ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു സേമിയ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ഉണ്ട്. കൂടെ തന്നെ ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് കേട്ടോ, നാത്തൂൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ചായ വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്കുള്ള പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അടുപ്പിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ റെസിപ്പി, അപ്പോൾ അതിനുള്ള ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 4 പീസ് ചിക്കൻ ഞാൻ പൊരിക്കുന്നതിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ വെറും 4 പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചായ ആയിട്ടുണ്ട്, അതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിലേക്കുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ബാക്കി ആരും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ തന്നെ അവരെണീക്കുമ്പോഴേക്കും പണികളൊക്കെ വേഗം തീർത്ത് വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ പോകണം എന്നുള്ള ഒരു ഇതിലൊന്നും ആയിരുന്നില്ല. കാരണം മുജുക്ക് എണീറ്റതിന് ശേഷമാണ് കേട്ടോ പോകണം എന്നൊക്കെ തീരുമാനിച്ചത്. ഞാൻ മെല്ലെ തന്നെയാണ് പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാള ഇതുപോലെ നന്നായി ചെറുതായി സ്ലൈസാക്കി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവർക്കും അതുപോലെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി എടുക്കുന്നവർക്കും അതിനനുസരിച്ച് സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടാട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ വാടി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ സേമിയ ഇത്തിരി ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. സാധാരണ ഉപ്മാവിനൊക്കെ എടുക്കില്ലേ, ആ ഒരു സേമിയ തന്നെയാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ച് വെച്ച സേമിയം നന്നായി തന്നെ ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സേമിയത്തിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് നമ്മൾ പായസത്തിനൊക്കെ എടുക്കില്ലേ നല്ല വലുപ്പത്തിലുള്ള സേമിയ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഈ സേമിയം തന്നെ പൊടിക്കാതെ അതേപടി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഓയിൽ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പൊടിച്ചു പോയി, അതുകൊണ്ടാണ് നന്നായി തന്നെ ചെറുതായി പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ന്യൂഡിൽസ് പോലെ നീളത്തിൽ ആയി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ആദ്യം ഞാൻ സേമിയ തിളപ്പിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ അളവിൽ മാത്രം ടൊമാറ്റോ സോസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പീസ് കിട്ടാൻ പാകത്തിന് വേണം കേട്ടോ, ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾ കഴിക്കും. റയമോൾ എന്തായാലും നന്നായി തന്നെ കഴിച്ചു കേട്ടോ, അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായ സമയത്ത് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ, നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ട്രെയിന് കയറുന്ന സമയത്ത്. അപ്പോൾ തനിമോൾ ഓരോന്ന് കടയിൽ ഓരോന്ന് കാണുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ബ്രൗണി വാങ്ങി കേട്ടോ. അതിൽ 1 ബ്രൗണി അപ്പം തന്നെ കഴിച്ചു. പിന്നെ ഇത് വണ്ടിയിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. അങ്ങനെ തനിമോൾ ബ്രൗണി വാങ്ങിയതിന് ശേഷം പൊട്ടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ തനിമോൾക്ക് ബ്രൗണിയൊക്കെ പൊട്ടിച്ചു കൊടുത്ത് ആ ഒന്നുകൊണ്ട് തന്നെ തനിമോളും റയമോളും കഴിച്ചു കേട്ടോ. കാരണം ഒന്ന് മുഴുവനായിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിച്ചി കളയും. അതുകൊണ്ട്
പകുതിയും പകുതിയാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത്. ബാക്കിയൊന്ന് ട്രെയിനിലിരുന്ന് കഴിക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ട്രെയിനിലിരുന്ന് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയതാണ്, ഒന്നിനും പറ്റിയില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ പോത്തന്നൂർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ കണ്ടാലറിയാം, ട്രെയിൻ ഇറങ്ങി അത്രമാത്രം ആളുകളുണ്ടായിരുന്നു. ഇനി ഞങ്ങളിതാ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓട്ടോയൊക്കെ കിട്ടി ഞങ്ങളിതാ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കും. പൊങ്കലൊക്കെ ആയിരുന്നില്ല, അതിൻ്റെയൊക്കെ ലീവ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞായറാഴ്ച കൂടിയാണല്ലോ, അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നത്. പിന്നെ മൺഡേ ക്ലാസ് തുടങ്ങുകയാണല്ലോ, ഇവിടെ ഒരാഴ്ച ലീവായിരുന്നു, അതുകൊണ്ടാണ് നല്ല തിരക്ക് കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. ഞങ്ങളിതാ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3ാമത്തെ നിലയിലാണ് താത്ത ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അതുപോലെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ. അവർ രണ്ടുപേരും റൈമോള് വരാൻ കാത്തിരിക്കുകയാണ് കളിക്കാനായിട്ട്. വന്നതും റൈമോള് ഡ്രസ്സ് മാറ്റിയിട്ട് ടോയ്സിൻ്റെ ബാസ്ക്കറ്റ് വേഗം വലിച്ചുകൊണ്ട് അവരിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾ വാങ്ങിയത് ബിസ്ക്കറ്റാണ്. അപ്പോൾ അവർ അത് 3 പേരും കൂടി ഷെയർ ചെയ്തിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞതും നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ പുറത്തൊക്കെ നല്ല മൂടലുണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയതും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഇല്ലാതിരുന്നത് എന്തോ ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവരുടെ വീടിൻ്റെ ബാക്കാണ്. ഇവിടെ താഴെ വലിയൊരു തോടാണ് കേട്ടോ. അത് മുഴുവനായിട്ടും പായൽ പിടിച്ച് കിടക്കുകയാണ്. എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൽ നിന്ന് മീനൊക്കെ പിടിക്കാറുണ്ട്, നല്ല വലിയ വലിയ മീനൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. പിന്നെ മുതുക്ക വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ അപ്പുറത്ത് നിറയെ ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് താത്ത വെച്ചിരിക്കുന്ന ചെടികളൊക്കെയാണ് കേട്ടോ. കറ്റാർ വാഴയുണ്ട്, കുറേ ചെടികളുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കാണാനില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ചോറ് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇവിടെ എത്തിയപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് കഴിച്ചതായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഈ സമയമാകുമ്പോഴേക്കും. അങ്ങനെ റൈമോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. തനിമോൾ പിന്നെ വന്നതും ഉറങ്ങി, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ തനിമോൾ എണീറ്റതിന് ശേഷം അവൾ ടോയ്സ് കണ്ടപ്പോൾ അവൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. അവൾ കുറേ നേരം ഇരുന്ന് ടോയ്സിലൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ റൈമോൾക്ക് പിന്നെ ടോയ്സ് കണ്ടപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. അവൾ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ, ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.